വീഡിയോസിൽ കുറച്ചധികം ചേഞ്ചസ് ഒക്കെ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ. നമുക്കൊരു ചേഞ്ച് എന്തായാലും എപ്പോഴും റിക്വയർഡ് അല്ലേ. പുതിയ ആൾക്കാർക്ക് എനിക്കൊന്നും അറിയണ്ടാവില്ല എന്താണ് ആർട്ട്ലക്ഷ്മി, എന്തിനാണ് ആർട്ട്ലക്ഷ്മി എന്നൊന്നും. റിവ്യൂ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ, അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ എങ്ങനെ പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അതായത് എൻ്റെ ചാനലിൽ പോവുക, ചാനലിൻ്റെ മുകളിൽ ഹോം, വീഡിയോ, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കാണും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസും കാര്യങ്ങളും അല്ലെങ്കിൽ റിമൈൻഡേഴ്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതിൽ ഞാൻ എന്തായാലും ഒരു പോൾ അപ്ലോഡ് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ കണ്ടന്റ് ഇമ്പ്രൂവ്മെൻറ്റ്സോ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റുകളോ സജഷൻസോ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോ, പോൾ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയണമല്ലോ ഞാൻ ചെയ്യുന്ന കണ്ടന്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടൊരു കാര്യവും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് പറയാം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് ഒരു അർത്ഥമില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു പോൾ ഇടാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ പറയുക. അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ സജഷൻസോ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ആക്കി എടുക്കരുത്. നിങ്ങൾ കുറച്ച് സമയമല്ലേ, പ്ലീസ് ഒന്ന് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ ഫാമിലിയിൽ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അതേപോലെ നമ്മളെ ക്രിട്ടിക്സും. അപ്പം രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയാം. ഇവർ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടീവ് ആട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഒരു കമൻറ്റിൽ എനിക്കൊരു ചിലപ്പോൾ സ്മൈലിയോ അല്ലെങ്കിൽ ഒരു തംസപ്പ് ഒക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക. പക്ഷേ ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. കാര്യം അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്, അത് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറയുമ്പം ഒരുപാട് സന്തോഷമാണ്. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാര്യം ഞാൻ ആദ്യം ഒരു ഫ്യൂ മന്ത്സ് ചെയ്തപ്പം പ്രത്യേകിച്ച് നമ്മൾ ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ആർക്കും ഇഷ്ടപ്പെടാനായിട്ടാവും, ആരും കാണാത്തതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണ്ടെന്നുള്ള ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് കമൻസും റെസ്പോൺസൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പേർക്ക് ഇത്രയൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരുന്നോ. അപ്പം ഞാൻ ഓരോരുത്തരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എന്തായാലും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ, ചെയ്യാതിരിക്കൊന്നുമില്ല. പക്ഷെ അത് എക്സാക്ട് ഡേറ്റ് എന്നാന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ ക്രിട്ടിക്സ് രണ്ട് തരമുണ്ട്. ഇപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള ക്രിട്ടിക്സ് എന്ന് പറയുമ്പം എനിക്ക് സജഷൻസ് ആയിട്ടും എൻ്റെ തെറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവർ ഭയങ്കര എഫക്റ്റീവ് അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആട്ടോ. അവർ എന്താ പറയുക, ഭയങ്കര പൊട്ടെ അങ്ങനെയൊന്നല്ല അവർ പറയാം. അവർ പറയാ അവിഘ്ന അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിഘ്ന ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അവരെന്നെ ഒരിക്കലും റൂൾ ചെയ്യാനൊന്നും വരില്ല കേട്ടോ, നീ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്നൊന്നും പറയാറൊന്നുമില്ല. അവർ ഭയങ്കര സപ്പോർട്ടീവായ രീതിയിൽ തന്നെ അവർ നല്ലപോലെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ചെയ്യുക. നിൻ്റെ സൗണ്ട് കേൾക്കണില്ല, അപ്പോൾ കേട്ടിട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയേന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്നെ ഇതാക്കുക. അവരിത് പറയുന്നതിനെ കൊണ്ടാണ് എൻ്റെ പഴയ വീഡിയോനെക്കാട്ടും കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോഴത്തെ വീഡിയോസിൽ വന്നത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് തന്നെ എന്താ പറയുക, നല്ലൊരു കാര്യം. ഇനിയും തെറ്റുകളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുക. ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം, മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ വീഡിയോ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. അതിന് ഞാൻ പുതിയ ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങണം. അപ്പോൾ അതിനുള്ള ലെവലിൽ ഞാൻ ആയിട്ടില്ല. അപ്പം അത് കുറച്ച് സ്ലോ ആയിരിക്കും, പക്ഷെ ഞാൻ ചെയ്യും. ഓക്കെ. പിന്നെയുള്ള ക്രിട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീഡിയോ ഒരുപക്ഷെ മര്യാദയ്ക്ക് കാണുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ചുമ്മാ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തിട്ട് പോകും. കാര്യം ചില വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അയ്യോ ഞാൻ സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് അവർ വന്നിട്ട് പറയും എന്ത് ദുരന്താണ്, പൊട്ടയാണ്, അറിയുന്ന പണിക്ക് പോയാൽ പോരെ, അറിയാത്ത പണിക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അങ്ങനെയൊന്നും ഒരിക്കലും ഒരാളോട് പറയാൻ പാടില്ല കേട്ടോ. കാര്യം നമ്മൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടാണ് പഠിച്ചു വരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരാളോട് അങ്ങനെ പറയാൻ പാടില്ല. അതിപ്പോൾ ഞാനിവിടെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ എല്ലാവരും കൊച്ചു ബഡ്ഡിങ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ബഡ്ഡിങ് ആണെന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല ലെവൽ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് ഒരാളുടെ ഡൗട്ട് വന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരുമോ, നിങ്ങളെ വർക്ക് കാണിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ട്, ഇതിനകത്ത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവരെ മുഖത്ത് നോക്കി പറയരുത് ഇത് പൊട്ടയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഒരുമാതിരി ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഭയങ്കര അൺഹാപ്പി ആക്കി വിടരുത്. ഇതാക്കി ലെവലാക്കി താത്തി കിട്ടാതിരിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവർക്കത് ഇനിയും ചെയ്യാൻ തോന്നണം. അവർ ഒരു ഫസ്റ്റ് വർക്ക് ചെയ്തു, അത്
തെറ്റില്ല എന്നുള്ള രീതിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ആ കോൺഫിഡൻസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇൻസ്റ്റഡ് ഇത് പൊട്ടയാണ് നീ ഇനി ഒരിക്കലും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്തത് അത് മോശമാണ്. കാര്യം അവർക്ക് ടാലൻറ്റ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മളത് കൂട്ടാൻ ശ്രമിക്കുകയല്ല ചെയ്തത്, അത് താത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരുടെ ഇത് കമൻറ്റ് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. അവർ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോവുകയാണ്. കാര്യം വീഡിയോ കണ്ടിൽ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയാണ് സോ ആൻഡ് സോ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. എന്നാലും അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനെ കൊണ്ട് ആ ഒരു കമൻറ്റിന് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ ഒരു യൂസോ ഒന്നും വരുന്നില്ല. ഒരു എന്തെങ്കിലും ഒരു ഇത് വേണ്ട നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങളെന്തോ സമയം പോകാൻ വേണ്ടിയിട്ട് വന്ന് കമൻറ്റ് ചെയ്ത പോലെയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് എൻ്റെ തോന്നലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് ഇവിടെ എന്താ നിങ്ങൾ കംപ്ലീറ്റ്ലി തെറ്റാണ്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ റൈറ്റില്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഞാനിവിടെ ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും അല്ലല്ലോ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. കാരണം ഫിസിക്സ് കെമിസ്ട്രിക്കാണ് മനസ്സിലാക്കാം ഇന്ന വഴിക്ക് ഇന്ന ഫോർമുല യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് കിട്ടുള്ളൂ എന്ന്. ഞാനിവിടെ ആർട്ടാണ് ചെയ്യുന്നത്. ആർട്ടിന് എന്താ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന മാത്രമേ ശരി അങ്ങനെയൊന്നുമില്ല. അത് ഓരോ ആർട്ടിസ്റ്റിൻ്റെ കൺവീനിയൻസ് അനുസരിച്ചാണ് ചെയ്യുക. ഇപ്പം നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് എന്താ ഞങ്ങളും കുറേ കാലമായിട്ടോ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. കാര്യം നിങ്ങൾ ഈ ഫീൽഡിൽ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് എന്താ ഒരു കാര്യവുമില്ല. അപ്പം ഈ ഫാമിലിയിൽ എന്താ പറയുക കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരാണുള്ളത്. അപ്പം നിങ്ങളെന്തോ വലിയ ആർട്ടിസ്റ്റാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് സോഷ്യൽ മീഡിയ കണ്ടീഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കുറേ അധികം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് വീഡിയോസോ അല്ലെങ്കിൽ ആർട്ട് വർക്ക്സോ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് പോസ്റ്റ് ചെയ്യാം. ഇതേപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ യൂട്യൂബിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റഡ് നിങ്ങൾ പൊട്ടയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വന്ന് പറയുന്ന സമയം കൊണ്ട് മണ്ടത്തരങ്ങളാണെന്നൊക്കെ പറയുന്ന സമയം കൊണ്ട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒന്നെങ്കിൽ വീഡിയോ കണ്ടന്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാക്കിയിട്ട് മെൻഷൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എല്ലാവരും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ചാനലിൽ ഈ ഒരു ഫാമിലിയിൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു വിവരമില്ലാത്ത ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻസേ ഇല്ല. ഇവിടെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ മറ്റുള്ളവരുടെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് കണ്ടാൽ കാണാതിരിക്കട്ടെ. ബിക്കോസ് അങ്ങനെ ഒരു എന്താ പറയുക നെഗറ്റീവ് പ്രസൻസ് ഇവിടെ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. ഞാനിവിടെ ആര് ജോലിയും അല്ലെങ്കിൽ ആര് പണിയും പോകാനുള്ളൊരു ശ്രമമൊന്നും ഞാൻ നടത്തുന്നില്ല. ഞാനിവിടെ എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആർക്കും എന്നോടൊരു ദേഷ്യവും വേണ്ട. എനിക്കിത് പറയണം തോന്നി. അപ്പം നിങ്ങൾക്കറിയാലോ ഞാൻ ഒരു റീസണും ഇല്ലാതെ കാര്യങ്ങൾ പറയില്ല. അപ്പം അതിന് ഓരോന്നിനും ഓരോ പെർട്ടിക്കുലർ റീസൺസ് ഉണ്ട്. അപ്പം നിങ്ങളോട് ആരോടെങ്കിലും ഇതേപോലെ മോശമായിട്ട് പെരുമാറോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും വരയ്ക്കാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ട അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട റെസ്പോൺസ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് കൺസിഡർ ചെയ്യുക. അല്ലാത്തതിന് നിങ്ങൾ കൺസിഡർ ചെയ്യാതിരിക്കുക. എന്തിനാ നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കണം? അതിൻ്റെ ഒരു ആവശ്യമില്ല. കാര്യം നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ചെയ്യുക. അത് നിങ്ങൾ മൈൻഡ് ആക്കിയത് വേണ്ട. കാര്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും അങ്ങനെ പറയില്ല. കാര്യം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന ഒരാളെ നിങ്ങൾക്കത് പറഞ്ഞു തരുകയുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസും പ്ലാറ്റ്ഫോംസും ഉണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യണം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഇപ്പം യൂട്യൂബിൽ ചെയ്യാം. ഇതേപോലെ ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടാണ് വലിയ ഹൈ ക്വാളിറ്റി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യണ്ട. ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അതായത് പഠിക്കാൻ നിങ്ങളോട് ഡൗട്ട് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിങ്ങനെ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ചാനലിലാണെങ്കിൽ എൻ്റെ ഈ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് 100% ഉറപ്പാണ് നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഭാഗം മാത്രം ചിന്തിച്ച് പറയരുത് കേട്ടോ. ജനറലൈസ് ചെയ്തിട്ട് നിങ്ങളെ രീതി മാത്രമാണ് ശരിയെന്നൊന്നും വിചാരിച്ച് പറയരുത്. ജനറലൈസ് ചെയ്ത് കൺസിഡർ ചെയ്തിട്ട് കമൻറ്റിലേക്ക് റെസ്പോൺസ് കൊടുക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പറയുക. അല്ലാണ്ട് അയ്യോ നീ എന്താ ചെയ്തിരിക്കുന്ന മണ്ടത്തരങ്ങൾ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു പോയിട്ട്
കേൾക്കുന്ന ആർക്കും ഒരു ബെനിഫിറ്റും ഇല്ല. ഇത് പറയുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് എനിക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും, ഈ വക എന്താ പറയുക, നെഗറ്റീവ് തിങ്സ് ഒന്നും ഈ ചാനലിൽ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഫാമിലിയിൽ മറ്റ് മെമ്പേഴ്സിൻ്റെ അഭിപ്രായം ഇത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മളൊരു ഹാപ്പി പ്ലസൻറ്റ് ഫാമിലിയാണ്. അപ്പം ആ ഒരു പ്ലസൻറ്റ്നെസ് കളയണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിട്ടിക്സിനെ പറ്റി പറഞ്ഞത് എനിക്ക് വീണ്ടും അത് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുക അങ്ങനെയൊന്നും ചെയ്തതല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളെ വ്യൂ പോയിന്റ് കമൻറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യൂ പോയിന്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇൻസ്റ്റഡ് എന്താതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് അയക്കുന്നതും വെർബലി ഇങ്ങനെ പറയുന്നതും ഭയങ്കര ഡിഫറൻസ് ആണ്. കാര്യം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതും ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പം ഇപ്പം ഞാൻ ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പം നിങ്ങളത് എങ്ങനെ വായിക്കാമെന്ന് എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ഇത് ഞാൻ ആർക്കും എഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നുമല്ല, ഇവിടെ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഹേറ്റഡോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, അത് അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ മുകളിൽ ഒരു വാറോ ഒരു യുദ്ധത്തിനൊന്നും ഞാനില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് കമൻ്റ് ആയിട്ട് താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യൂല. അപ്പോൾ അതങ്ങനെ ഒരു ഫോളോ അപ്പ് ആയിട്ട് അങ്ങനെ പോയിട്ട് ഒരു നെഗറ്റീവ് ഒരു ഫീൽഡിലൂടെ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ടോക്ക് ടൈം തീർന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് ടോക്ക് ടൈംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമല്ലേ ഞാൻ അങ്ങനെ വന്നത്. അപ്പോൾ ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടാകുമ്പോൾ ഞാൻ വരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.